സാഡ്നെസ്സും ഡിപ്രഷനും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുന്ന വാക്കുകൾ പറയാത്ത ആളുകൾ കുറവായിരിക്കും. എല്ലായിടത്തും കയറി നമ്മൾ ഈ ഡിപ്രഷൻ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. സാഡ്നെസ് എന്ന് പറയുന്നത് നമ്മളുടെ മൂഡിൽ വരുന്ന ചെറിയ ഡിപ്പാണ്. അതായത് ഒരു ടെമ്പററി സിറ്റുവേഷൻ കാരണം നമുക്ക് ഉണ്ടാവുന്ന ഒരു വിഷമം. അത് ടെമ്പററി ആണെന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അത് ലോങ് ലാസ്റ്റിംഗ് അല്ല. അതുപോലെ തന്നെ നമ്മൾ സാഡ് ആണെന്ന് വെച്ചിട്ട് ലൈഫിൽ മറ്റു കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്നതിൽ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. നമ്മൾ ഫുള്ളി ഫങ്ഷനിങ് ആയിട്ട് തന്നെ പോകുന്നതായിരിക്കും. ആൻഡ് നമുക്ക് അതിൽ നിന്ന് ഓക്കെ ആയിട്ട് വരാൻ കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും. നേരെ മറിച്ച് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ ആണ്. അതായത് നമ്മൾ കൺസേൺഡ് ആവേണ്ട ഒരു ഹെൽത്ത് കൺസേൺ കൂടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അതായത് കുറച്ച് പെർസിസ്റ്റന്റ് ആയിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ആഴ്ചകളോളം ചിലപ്പോൾ മാസങ്ങളോളം നിലനിൽക്കുന്ന ഒരു കണ്ടീഷനാണ് പലപ്പോഴും ഡിപ്രഷൻ എന്ന് പറയുന്നത്. അത് വെറും സാഡ്നെസ് അല്ല. അതുപോലെ തന്നെ ഡിപ്രഷനുള്ള ഒരാളിൽ പലപ്പോഴും ഉണ്ടാവുന്നത് ഹോപ്പ്ലെസ്നെസ്, ഹെൽപ്ലെസ്നെസ്, അതുപോലെ വർത്ത്ലെസ്നെസ്. ഇത് വാക്കുകൾ ഒന്നോ രണ്ടോ മൂന്നോ ആണെങ്കിൽ പോലും ഇത് ഒരാളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്ന ഒരാൾക്ക് റിയൽ ലൈഫിൽ ഉണ്ടാവുന്ന സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നതോ ഡെയിലി ലൈഫിലെ ഫങ്ഷനിങ് ആകുന്ന കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യാന്ന് പറയുന്നതോ മുന്നേ എൻജോയ് ചെയ്തിരുന്ന കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാന്ന് പറയുന്നതോ വീണ്ടും അതൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാന്ന് പറയുന്നതോ ഈവൻ ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യാന്ന് പറയുന്നതോ എല്ലാം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും അത് ഓവർകം ചെയ്യാനായിട്ട് ചിലപ്പം മെഡിക്കൽ സപ്പോർട്ട് വരെ വേണ്ടി വന്നേക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ കൗൺസിലിംഗ്, തെറപ്പി എന്ന് പറയുന്ന സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സയന്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്യേണ്ടി വന്നേക്കാം. അപ്പം ഡിപ്രഷനും സാഡ്നെസ്സും ഒന്നല്ല. അത് നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോവരുത്. ഒരാള് പ്രോപ്പർ ഡിപ്രഷനിലൂടെയാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ കൊടുക്കേണ്ട ഇന്റൻസിറ്റിയും ഒരാൾ വിഷമിച്ചിരിക്കുകയാണ് സാഡ് ആണെന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഇന്റൻസിറ്റിയും ഡിഫറൻസ് ഉണ്ട്. എല്ലാവരും അറ്റൻഷനും കെയറും ആഗ്രഹിക്കുന്നതാണ്, കൊടുക്കേണ്ടതാണ്. ബട്ട് ഡിപ്രഷൻ എന്ന് പറയുന്നത് കുറച്ച് സിവിയർ ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ കൂടി ആയതുകൊണ്ട് നമ്മൾ പ്രോപ്പർ സപ്പോർട്ട് കൊടുക്കണം.